ഹമാസിനെ നിരായുധീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ട്രംപിന്റെ നിലപാട്. സമാധാന ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ട്രംപ് ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തിയത്. നിരവധി തവണയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വർഷം തന്നെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഫ്ലോറിഡയിലാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടന്നത്. ഹമാസിനെ നിരായുധീകരിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു. ഹമാസ് തന്നെ ഇക്കാര്യം അംഗീകരിച്ചതാണ്. ഇക്കാര്യത്തിൽ പുറകോട്ടു പോയാൽ കടുത്ത നടപടികളുണ്ടാകുമെന്നും ട്രംപ് സൂചന നൽകി. But they made an agreement that they were going to disarm. You know, we have many countries, 59 countries that are in agreement. This is a real peace in the Middle East. And Hamas is a small part of it, but it's still a part of it. But we have 59 countries that signed on, big countries, countries that are outside of the Middle East, as you know the Middle East. They want to go in and wipe out Hamas. They don't want Israel. They don't need Israel. They want to do it because it's the right thing to do. Because they were for the deal based on the fact that Hamas pledged, they swore that they were going to disarm. Now, if they're not going to disarm, those same countries will wipe out Hamas. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രധാരണയിൽ 59 രാജ്യങ്ങൾ ഭാഗമാണെന്നും ട്രംപ് പറഞ്ഞു. ഗാസ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ ഇടപെടലുകൾക്ക് അംഗീകാരമായി ഇസ്രയേൽ പ്രൈസ് അദ്ദേഹത്തിന് നൽകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. രാജ്യത്തിന്റെ 80 വർഷത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇസ്രയേലിന് പുറത്തുള്ളൊരു വ്യക്തിക്ക് ഇസ്രയേൽ പ്രൈസ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. Which in almost our 80 years, we've never awarded it to a non-Israeli. And we're going to award it this year to President Trump. This was announced formally over lunch by our Minister of Education, who's responsible for the Israel Prize. It's going to be awarded to President Donald J. Trump for his tremendous contributions to Israel and the Jewish people. ഇസ്രയേൽ ഗാസ സമാധാന ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇരു നേതാക്കളുടെയും നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.